ഇന്നത്തെ എൻ്റെ ഹെയർ പാക്ക് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് എൻ്റെ ഈ ഹെയർ കെയർ സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഒന്നും തന്നെ ഞാനായിട്ട് കണ്ടുപിടിച്ച വീഡിയോസ് അല്ല. ബാക്കിയുള്ളവർ ചെയ്യുന്നതും ഓരോരുത്തർ പറഞ്ഞ് അറിയുന്നതുമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഹെയർ കെയർ സീരീസ് ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ ഹെയറിൽ പഴയ ടെക്സ്ചറിലോട്ട് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാക്ക് ഉണ്ടല്ലോ എന്ന് നിങ്ങളും കൂടി ഓർക്കുകയാണെങ്കിൽ യൂസ് ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യും. ഈ ഫ്ലാക്സ് സീഡ് ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാം, ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് അത് യൂസ് ചെയ്യാം. സോ ഞാനിത് പൊടിച്ച് വെച്ചേക്കുന്നത്, നിങ്ങളും പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നിങ്ങൾക്കും എളുപ്പമായിരിക്കും. അപ്പം എൻ്റെ ഇന്നത്തെ ഹെയർ പാക്ക് ഇതാണ്. ഇതാണ് അപ്ലൈ ചെയ്യാൻ പോണേ. അതിന് മുന്നേ ഹെയറിൽ ഞാൻ ചെറുതായിട്ട് വളരെ കുറച്ച് മാത്രം ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഷാംപൂ വാഷ് ചെയ്യുന്നില്ല ഇന്ന്. ജെൻറ്റലായിട്ട് അല്ലാണ്ട് വെറുതെ കഴുകുന്നതേ ഉള്ളൂ. കാരണം ഫ്ലാക്സ് സീഡ് നിങ്ങൾക്കറിയാം നല്ല ഹെൽത്തി ആക്കും, മുടി ഭയങ്കര സോഫ്റ്റ് ആക്കും. അങ്ങനെ സ്മെല്ലൊന്നും ഇല്ല, ഹെയറിലുണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് അരിച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ പാർട്ടിക്കിൾസും തലയിലുണ്ടാവില്ല, ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ കിട്ടുമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഹെയർ ഷാംപൂ വാഷ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വേഗം പോയി എൻ്റെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.